അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എടുക്കുന്ന ഡിസിഷൻ? അങ്ങനെ അത് കുറച്ച് പരത്തി പറയാൻ വിഷമമെന്ന് പറയും. വിഷമാണ്. ഈ പറഞ്ഞ പോലുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ അതുപോലെ ചേർന്ന് നിൽക്കുന്നതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ചെയ്തതിനേക്കാളും മുന്തിയത് എന്ത് കിട്ടുമെന്ന അതോടത്തിരിക്കുവാണ്. അല്ല, കാസർഗോഡ് ഭാഷയിലെ സിനിമകൾ, മലയാള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും കുറവാണ്. അപ്പം അവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നു, ആളുകളെല്ലാം അതിൻ്റെ ഒരു ഭാഗമാകുന്നു, അതൊക്കെ എങ്ങനെയാ ശരിക്കും? അവിടെ ഒരു ആഘോഷമാണ്. ആഘോഷമാണ്. പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ആഘോഷമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും കാണുന്നത്. പിന്നെ ഒരു 5 ആള് വേണമെന്ന് പറഞ്ഞാൽ 25 ആള് വരും. ഇന്ദ്രൻ ചേട്ടനെ പറ്റി ഞാൻ കേട്ടതാണ്, ഷൂട്ടിംഗ് സമയത്ത് ക്യാരവാനിൽ കയറില്ല എന്ന് പറഞ്ഞു. സത്യമാണോ? അതിൻ്റെ ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സ്വകാര്യത വെച്ചാൽ ഡ്രസ്സ് മാറുക, മേക്കപ്പ് ചെയ്യാം. ഇനിയും അച്ഛൻ വേഷങ്ങൾ ഇനിയും വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ അതോ ഒരു ചേഞ്ച് ചെയ്യും? പിന്നെ മാറ്റമില്ല, വേറെ രചനാക്കും. ആയിരത്തി 1981 മുതൽ സിനിമ അഭിനയം തുടങ്ങി ഇതുവരെ 600ഓളം സിനിമകൾ അഭിനയിച്ചു. ഇപ്പോഴും ഈ നടന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖമായിരിക്കും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വരിക. CP ടോക്സിൽ ഇന്ന് കൂടെയുള്ളത് ഇന്ദ്രൻ ചേട്ടനാണ്. ഒപ്പം മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായി ഇപ്പോൾ സിനിമയിലും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിരാജ. നമസ്കാരം, വെൽക്കം ടു CP ടോക്സ്. ഇപ്പം ഞാൻ പറഞ്ഞു 600ഓളം സിനിമകളായി ഇന്ദ്രൻ ചേട്ടൻ്റെ. ഈ കുണ്ടലപുരാണം എന്ന സിനിമ എത്രാമത്തെ സിനിമയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? 647 ആയിരിക്കും. 646 അല്ലെങ്കിൽ 7 ഓക്കെ. അപ്പം ഈ കുണ്ടലപുരാണം എന്ന സിനിമ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണ്. ടൈറ്റില് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാച്ച് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ്. എന്താണ് ഈ സിനിമ പറയുന്നത്? ഒരു ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് മനസ്സിലായി. എന്താണ് ശരിക്കും ഈ സിനിമ പറയുന്നത്? ക്യാരക്ടേഴ്സ് എന്താണ് പറയുന്നത്? ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു വളരെ സ്നേഹമായിട്ട് അവർ ഭയങ്കര ധാരാളത്വമൊന്നും അല്ലെങ്കിലും ഇല്ലായ്മയൊന്നുമില്ല, ഉള്ളതുകൊണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സ്നേഹമായിട്ട് പോകുന്നൊരു ഗ്രാമത്തിൽ അതിലുണ്ടാവുന്ന വിവിധ കഥാപാത്രങ്ങളാണ്. അതിലൊരു കുട്ടിയുടെ ഒരു കമ്മൽ മോഹിച്ച് അതിന് ഒരു കമ്മൽ കിട്ടുന്നതും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന മുതിർന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിലെ നമുക്ക് പാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ആ കമ്മല് കിട്ടുമ്പം കുട്ടിക്കും അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ ആ അച്ഛനായിട്ടുള്ള ഒരു ക്യാരക്ടറിനും വരുന്ന ഒരു സന്തോഷം. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സ്, അതായത് ഇപ്പം ഈ പറഞ്ഞ അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു ഇമോഷൻ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ ക്യാരക്ടർ ഇതിലെന്തായിട്ടാണ്? ഒരു ഓട്ടോ ഡ്രൈവറാണ്, മോളൂസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ തന്നെ എല്ലാ നാട്ടിലത്തെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ ഒരു പ്രണയമൊക്കെ ഉണ്ട്, രസകരമാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഉറവ് പറ്റാത്തൊരു കിണർ, അതിൻ്റെ ചുറ്റുപറ്റി കുറേ ആൾക്കാർ, കുറേ കുടുംബങ്ങൾ, ആടുന്ന വെള്ളം കോരൽ, അല്ല കുളിക്കൽ, പല്ല് കൊടുക്കൽ എല്ലാം അതിൻ്റെ മുറ്റത്താണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ അല്ല വീണോട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വീടിൻ്റെ മുമ്പിൽ. അപ്പോൾ ആടെല്ലാം ഒരു സാധാരണ നാട്ടിൻപുറത്തൊരു കഥാപാത്രമാണ്, ഡ്രൈവറാണ്, ഓട്ടോറിക്ഷക്കാരൻ. സിനിമയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഉപകാരപ്പെട്ടത് ഈ കാസർഗോഡ് സ്ലാങ് തന്നെ ആയിരിക്കും. അതെ. അപ്പം ഈ സ്വന്തം ഭാഷയിൽ ഒരു സിനിമ അഭിനയിക്കണമെന്ന്, കാസർഗോഡ് എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സ്ലാങ് ആണ്, സിനിമകളിൽ അധികം നമ്മൾ കാണാറില്ല. അപ്പം സ്വന്തം ഒരു സ്ലാങ്ങിൽ അഭിനയിക്കാൻ സാധിച്ചു. ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ് എങ്ങനെയാണ്? സ്വന്തം സ്ലാങ്ങിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഫ്രീ ആവും, എന്ത് പറയാനില്ലേ ആ ശൈലിയൊക്കെ. വേറൊന്ന് പിടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പിടിക്കാൻ ആരും പറയില്ല. ഇപ്പൊ ഇങ്ങോട്ട് തെക്കോട്ടുനിന്നാണ് കൂടുതൽ സിനിമ ചെയ്തതും, അങ്ങോട്ട് കുറവാണ് ശരിക്കും ചെയ്തത്. ഇങ്ങോട്ട് തന്നെ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുമ്പം അത് പറഞ്ഞാൽ മതി പറയും. ഞാൻ എന്തെങ്കിലും ഭാഷാ ശൈലി മാറ്റണോ ചോദിച്ചാൽ പറയും വേണ്ട, നിങ്ങൾ പറയുന്നത് അത് മതി, നമുക്കതാണ് ഇഷ്ടം എന്ന് പറയും. പ്രേക്ഷകൻ അങ്ങനെ എല്ലാം കണ്ടിട്ട് അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് പറയും അത് മതി, അത് പറഞ്ഞാൽ മതി പറയും. ഇന്ദ്രൻ ചേട്ടന് ഈ ഒരു കാസർഗോഡ് സ്ലാങ്ങിലോട്ട് ചെന്നപ്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നോ? ബുദ്ധിമുട്ടുണ്ടാകേണ്ടതാണ്, പക്ഷെ എനിക്ക് ഇതിൽ അങ്ങനെ ഭാഷ പിടിക്കേണ്ടി വന്നില്ല. ഞാൻ അവിടെ ചെന്ന് ചേരുന്നൊരു വേറെ ദേശത്തു നിന്ന് ചെന്ന് ചേരുന്നൊരാളാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി, ആ ഭാഷ പിടിക്കേണ്ടി വന്നില്ല. അപ്പം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സംവിധായകന്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയും ഒരു കാസർഗോഡ് സ്ലാങ്ങിൽ ആ ഒരു ഭാഷയിലും ആ ഒരു നാട്ടും പുറത്തുമായിട്ട് തന്നെ എടുത്തു. 2ാമത്തെ സിനിമയും അങ്ങനെ തന്നെ. എന്തുകൊണ്ടായിരിക്കും സംവിധായകൻ ഈ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി മാത്രം സിനിമ എടുക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു? ഇല്ല, അത് ശരിക്കും കഥ ആവശ്യപ്പെടുന്ന ദേശത്താണ് ആൾക്ക് കൂടുതൽ അറിയാവുന്ന നാട്ടിലുണ്ടാവുന്ന ഒരു കഥ പറയാൻ കുറച്ചുകൂടി എളുപ്പം അതായിരിക്കുമല്ലോ.
അതങ്ങനെ തോന്നിയില്ല, ചോദിക്കാൻ തോന്നിയില്ല. അതൊരു കൗതുകമായിട്ട് തോന്നി. കാരണം അവിടെ അത്രയും അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അത് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നി. ഈ നാട്ടുമ്പുറത്തുള്ള ഒരു ഷൂട്ടിംഗ്, അതായത് ഒരുപാട് സിനിമകൾ അവിടെ കുറവാണ് എന്ന് പറഞ്ഞു. കാസർഗോഡ് ഭാഷയിലെ സിനിമകൾ, മലയാള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും കുറവാണ്. അപ്പം അവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നു, ആളുകളെല്ലാം അതിന്റെ ഒരു ഭാഗമാകുന്നു, അതൊക്കെ എങ്ങനെയാ ശരിക്കും? അവിടെ ഒരു ആഘോഷമാണ്. ആഘോഷമാണ്. പിന്നെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ആഘോഷമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവരും കാണുന്നത്. എന്ന് ഒരു 5 ആള് വേണമെന്ന് പറഞ്ഞാൽ 25 ആള് വരും അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇഷ്ടമാണ്, സന്തോഷമാണ്. പിന്നെ കലാകാരന്മാരോട് ഭയങ്കര സ്നേഹമാണ്. പുറത്ത് ഷൂട്ടിംഗ് എല്ലാം വന്നവർ വീണ്ടും അവിടെ വീണ്ടും വരും. കാരണം ഒരു നാട്ടിൽ അങ്ങനെയുണ്ട്, ഒരു ചെറിയ വീട് വേണമെന്ന് പറഞ്ഞാൽ അവർ ആ വീട് മൊത്തം എടുത്തിട്ട് അവരെ വേണം അപ്പുറം താമസിക്കും. ഇപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്കും ആ ഷൂട്ടിങ് ഇപ്പോൾ നമ്മളെ പുറത്ത് ഇങ്ങോട്ട് ആടെ സ്വന്തം നാട്ടിൽ ഇത്രയും 10 ദിവസം കൂടി ഉണ്ടായി, 20 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണം കഴിച്ച് പോകും, അവിടെ അവരെ ഒന്നിച്ച് കാര്യങ്ങളുണ്ട്, വൈകുന്നേരം വരും, സ്കൂട്ടിയിലെടുത്ത് പോകും. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു സിനിമ ഷൂട്ട് നമുക്കതിന് നല്ലൊരു വേഷവും കിട്ടി. സന്തോഷം തന്നു ഒരുപാട്. നല്ല രസകരമാണ്. എന്തായാലും ചേട്ടനപ്പുറം കുറച്ച് പടം ചെയ്തു, ഇത് കുറച്ച് ത്രൂ ഔട്ടായിട്ട് ചെയ്യാൻ പറ്റി. സന്തോഷമുണ്ട്, അതിന് ഒരുപാട് സ്നേഹം. അങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിൽ. മറിമായത്തിലെ അഖിലേഷ് ചേട്ടനാണ് ഈ ഒരു പേര് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഈ അഖിലേഷ് ചേട്ടൻ എന്ന ക്യാരക്ടറിനോട് ഉണ്ണിരാജ എന്ന ഒരു വ്യക്തിക്ക് എന്താ ശരിക്കും പറയാനുള്ളത്? ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയിലാണ് അത് ഇങ്ങനെ വന്നത്. അത് കുറച്ച് ആ ഒരു ക്യാരക്ടർ, ചെറിയ ക്യാരക്ടറാണ്, ഒരു 10-15 സെക്കൻഡിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അത് നമുക്ക് ജീവിതത്തിൽ ഒരു സിനിമയിൽ ഒരു ഇത് കിട്ടുന്നത്, ഗ്രിപ്പ് കിട്ടുന്നത് പറയുമ്പോൾ നമ്മൾ സിനിമയിൽ അങ്ങനെ കുറേ 100 സിനിമയിൽ അഭിനയിച്ചാൽ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഭാഗ്യം പോലെയാണ്. കുറേ ആൾക്ക് കയറി പോകും. ചിലപ്പോൾ 100 സിനിമയിൽ വെച്ച് എന്നോട് പലപ്പോഴും പറയാനുണ്ട് ചില നടന്മാർ, നമ്മൾ ഇത്രയും സിനിമയിൽ വെച്ചിട്ട് എനിക്കത് കിട്ടിയത് വലിയ കാര്യമാണ്. നമ്മൾ കൂടുതൽ ചെറിയ സിനിമയിൽ അഭിനയിച്ചിട്ടു. അപ്പോൾ ചിലത് ഭാഗ്യം പോലെ വന്നു ചേർന്നാണ്. യാത്രയിൽ നിർച്ചേട്ടൻ പറയണ്ടത്, യാത്രയിൽ കുറേ കാര്യങ്ങൾ വന്ന് ചേരും, കൂടെ നിൽക്കും, അങ്ങനെ പോവും. അത് ചിലപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതാണ്. അത് ഭാഗ്യമായിട്ട് തന്നെ കാണുന്നതല്ല. ഇനിയും ചെയ്യാൻ പറ്റണം, ഒരുപാട് സാധനം വരണം. അതെ, ഇന്ദ്രൻ ചേട്ടന് ശരിക്കും ഇനിയും ലൈക്ക് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു. ഇപ്പം ഈ സിനിമയിൽ ഇപ്പോൾ ഒരു സ്നേഹനിധിയായ അച്ഛൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതല്ല, നമ്മളൊരു സൈക്കോ സീരിയൽ കില്ലറിനെ കണ്ടു, ഒരുപാട് അച്ഛൻ വേഷങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പല വേഷങ്ങൾ, പല രീതിയിലുള്ള പല വേഷങ്ങൾ കണ്ടു. ഇനിയും ചെയ്യണമെന്ന ആഗ്രഹമുള്ളതും ചെയ്യാൻ കൊതിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചോദിച്ചാൽ ഏതായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ അതുപോലെ ചേർന്ന് നിൽക്കുന്നതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തതിനേക്കാളും മുന്തിയത് എന്ത് കിട്ടുമെന്ന കാതോർത്തിരിക്കുവാണ്, അല്ലാതെ പറയാനറിയില്ല. ഇപ്പോൾ 5-ാം പാതിരയിലെ ചെയ്ത ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ ചെയ്ത ഒരു ക്യാരക്ടറിൻ്റെ, ആ ഒരു റിപ്പറിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേണം എന്ന് പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ഒരു അത്രയും ക്രൂവലായിട്ടുള്ള റോളും കൂടെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേണമെന്ന് തോന്നിയായിരുന്നു. പേടിയാണോ ചെയ്യാൻ? എന്തിനാ അതങ്ങനെ കുറേ അത് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു മനസ്സിന് ഭയങ്കര പേടിയാണ്. ഇതിപ്പോ ചെയ്തു, ഇത് അങ്ങനെ ഒന്ന് മനസ്സിൽ ചെയ്തതായിട്ടൊന്ന് സങ്കല്പിച്ചൊന്ന് ആഘോഷിച്ചാൽ മതി. അതെ, അത് തന്നെ എനിക്ക് പേടിയായി. സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ടില്ലായിരുന്നോ? ഇന്ദ്രൻ ചേട്ടന്റെ ക്യാരക്ടർ കണ്ടപ്പോൾ നമുക്കും വന്നൊരു പേടിയായിരുന്നു. ആ ഒരു വോയിസ് ഓവർ ഉണ്ടായിരുന്നു, ആ ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് എന്നൊക്കെ പറയുന്നത്, അത് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ആ ഒരു റോള് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ മുകളിൽ അതിന് കുറച്ചുകൂടെ പരത്തി ചെയ്യാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ ഇനി അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എടുക്കുന്ന ഡിസിഷൻ? അങ്ങനെ അത് കുറച്ച് പരത്തി പറയാൻ വിഷമമെന്ന് പറയും. വിഷമാണ്. ഇത്രയും ഇപ്പം 600ഓളം സിനിമകൾ ചെയ്ത് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞു. ക്യാരക്ടർ ആണെങ്കിൽ പോലും അതൊരു ഭയങ്കര കൊലയല്ലേ, കൊലപാതക കൊലേ, ജീവനില്ലാതാക്കുന്ന കാര്യമല്ലേ. അത് ഇനി കുറച്ചുകൂടെ പച്ചയായിട്ട് ചെയ്ത് കാണിക്കാവുന്ന മറ്റൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് അത്രയും അഭിനയിക്കാൻ പറ്റി. പക്ഷെ കുറച്ചുകൂടെ വിശദമാക്കാൻ പറയുമ്പോഴത്തേക്ക് പേടിയാവും. അങ്ങനെ ചെയ്ത് കാണിക്കലോ അതിനെ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യുന്നതൊക്കെ പേടിയാവും. അപ്പൊ ആ ഒരു ക്യാരക്ടർ അപ്പം ശരിക്കും എങ്ങനെയായിരുന്നു ചെയ്തത്? അത് ചെയ്തതായിട്ട് സങ്കല്പിച്ച് എനിക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെ എനിക്ക് പേടിയായെന്ന് പറയുക. ആ ഒരു പേടി പക്ഷെ കണ്ട ആൾക്കാരിലും എത്തി. അതായത് ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്ന പേടിയല്ല, കാണുമ്പോൾ നമുക്ക് വരുന്നൊരു പേടിയാണ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നോർത്തിട്ടുള്ള പേടി ഞങ്ങളെ പോലുള്ള പ്രേക്ഷകർക്കും എത്തിയിട്ടുണ്ട്. ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ പാടുപെട്ടനെ എന്ന് ഞാൻ ആലോചിച്ചു.
അപ്പോൾ ഇതല്ലാതെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ഒത്തിരി ക്യാരക്ടർ ഒരു ഭയങ്കരമൊന്നല്ലെങ്കിൽ പോലും നല്ല അനുഭവങ്ങളുള്ള കുറേ കഥാപാത്രങ്ങൾ ഏതായാലും ഇഷ്ടമാണ്. ജനത്തിനെ സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഇനി ഒന്ന് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒന്ന് എന്ന് അന്വേഷിക്കുന്നതേ ഉള്ളൂ. അത് ഏതാണെന്ന് പറയാനും അറിയില്ല. ഇപ്പം ഹോം എന്ന സിനിമയായിരുന്നു ഒരു ബ്രേക്ക് ത്രൂ. അത് ഇതുവരെയും ചെയ്തു വന്നൊരു കോമഡി വേഷങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു നല്ലൊരു അച്ഛൻ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അച്ഛൻ എന്നുള്ളൊരു വേഷം കിട്ടിയത്. അപ്പം അതിനുശേഷം അച്ഛൻ വേഷങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി, കാണുന്നുണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനിയും അച്ഛൻ വേഷങ്ങൾ ഇനിയും വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും അതോ ഒരു ചെയ്യും? മാറ്റമില്ല, വേറൊരു അച്ഛനാകും. എങ്ങനെ ഈ സിനിമയിലെ പോലെ തന്നെ സ്നേഹനിധിയായ അച്ഛൻ തന്നെയാണോ? ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണോ? ചിലപ്പോഴൊക്കെ അല്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ദ്രൻ ചേട്ടനെ പോലെ ഒരാൾ, നമ്മളെപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പേര് ഇന്ദ്രൻസ് എന്ന പേര് പറഞ്ഞാൽ തന്നെ ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരാളിങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടും, അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടില്ല. ആയിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമ ഷൂട്ടിംഗ് സമയത്തൊക്കെ അങ്ങനെ ആവേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, പരമാവധി അങ്ങനെ അതിലൊക്കെ വീഴ്ച വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂഡ് മാറി, തൃപ്തി ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അല്ല, നമ്മൾ തൃപ്തി ഇല്ലാതായി. ഈ ഇന്ദ്രൻ ചേട്ടനെ പറ്റി ഞാൻ കേട്ടതാണ്, ഷൂട്ടിംഗ് സമയത്ത് ക്യാരവാനിൽ കയറില്ല എന്ന് പറഞ്ഞു. സത്യമാണോ? അതിൻ്റെ ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സ്വകാര്യത എന്ന് വെച്ചാൽ ഡ്രസ്സ് മാറുക, മേക്കപ്പ് ചെയ്യാം, അപ്പോൾ എന്തെങ്കിലും ഒരു ചർച്ചയോ ഒരു കഥ കേൾക്കൽ അങ്ങനെയൊക്കെ ആവാം. അല്ലാതെ പോയി ഇരിക്കാനാണ്, ഒത്തിരി നേരം ഇരിക്കാൻ സമാധാനം ഉണ്ടാവില്ല. ഈ കോ ആർട്ടിസ്റ്റുകൾ പറഞ്ഞത് ഇന്ദ്രൻ ചേട്ടൻ ക്യാരവാനിൽ കയറാത്തോണ്ട് അവരും വെയിൽ കൊണ്ട് നിൽക്കേണ്ട വരുന്നു എന്നാണ് കേട്ടത്. ആണോ? അങ്ങനെയാണോ? ശരിക്കും നമ്മളെ ഒരു കുണ്ടലപുരാണ് സിനിമ, ക്യാമറ പരിപാടി ഒന്നുമില്ല. ഇന്ദ്രൻ ചേട്ടൻ നമ്മളിൽ ഒരാളായിട്ട് തന്നെയാണ് അവിടെ ഉണ്ടായത്. 10-20 ദിവസം ഉണ്ടായത് ഒന്നിച്ച് തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഒന്നിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ ക്യൂ പ്ലേറ്റ് പറ്റി അവിടെ പോയിട്ട് നമ്മളിൽ അങ്ങനെയല്ലോ വേണ്ടി കഴിച്ചിട്ട് അവിടെ ഏതെങ്കിലും ഒരു സൈഡിലിരിക്കും, ഏതെങ്കിലും ഒരു മൺതിട്ടയോ അങ്ങനെ എന്തുണ്ട് അവിടെ ഇരിക്കും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരാളായിട്ട് തന്നെ വേണോട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് തന്നെ അവിടെ ജീവിച്ചു പോയത്. അപ്പോൾ അവിടെ ഭയങ്കര സന്തോഷമാണ്. ഒരു മാസം ഇന്ദ്രൻ ചേട്ടന് അത്രമാത്രം അവിടെ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അല്ല, ആരും അങ്ങനെ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും ഉണ്ടായില്ല, ഉപദ്രവമൊന്നുമില്ല ആരെ കൊണ്ട്. അപ്പം പിന്നെ അങ്ങനെ ആണ് ഇഷ്ടവും. ഇതില് ഇന്ദ്രൻ ചേട്ടന്റെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയുണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറും പറയുമ്പോൾ തന്നെ ചിരി നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ പറ്റി, കുട്ടിനെ പറ്റി എന്താ പറയുന്നത്? ആ കുട്ടി മിടിക്കുക, അവൾ വേറെ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. നമ്മളെ ഒരുപാട് വൈകി ഉണ്ടാകുന്നൊരു മോളാണ്. ഈ അച്ഛനും അമ്മയ്ക്കും വൈകി ഉണ്ടാകുന്നൊരു കുഞ്ഞാണ്. അപ്പോൾ അതിന് ഒരു കമ്മലിടണം, കൂട്ടുകാരൊക്കെ ഇടുന്ന പോലെ ഒരു കമ്മലിടണം എന്നുള്ളൊരു ആഗ്രഹം സമയം കഴിഞ്ഞു അതിന്. എന്നിട്ട് സാധിച്ചു കൊടുക്കാൻ ഈ അച്ഛനും അമ്മയ്ക്കും പറ്റുന്നില്ല. വളരെ വൈകി എങ്ങനെയൊക്കെ കൂട്ടുകാരുടെ സഹായത്തിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നതാണ്. അതാണ് അത്രയും ഇഷ്ടം. ശരിക്കും പൊതുവിൽ പെൺകുട്ടികളോട് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരിക്കും, തിരിച്ചച്ഛനോടും അമ്മയെക്കാളും കൂടുതൽ അങ്ങനെ ആവും. അങ്ങനെ ഒരു വാത്സല്യം ഇവർക്കുണ്ട്, വൈകി കിട്ടിയ കുഞ്ഞ്. ഇപ്പം 30 വർഷത്തിൽ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ദ്രൻ ചേട്ടൻ. അപ്പം ഒരുപാട് പേർക്കും ഒരു റോൾ മോഡലാണ്, ഒരുപാട് പേരുടെയും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന, ഇപ്പം സിനിമകൾ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും എല്ലാം ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇന്ദ്രൻ ചേട്ടൻ്റെ ഈ ഒരു കാര്യം ആൾക്കാർ ഫോളോ ചെയ്യേണ്ട, അല്ലെ അത് അഡാപ്റ്റ് ചെയ്യേണ്ട, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ലൈഫിലോ അല്ലെ ക്യാരക്ടറിലോ? അവർ ചെയ്യേണ്ടതാ, അതൊക്കെ അവർ തീരുമാനിക്കുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്കിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ വൈകിയാണ് ഇത്തരം കഥാപാത്രങ്ങളെ കിട്ടുന്നത്. അത് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ഇത് മടുത്തോ മാറിയോ പോവാണ്ട് ഇതിനോടൊപ്പം ചേർന്ന് നടന്നതുകൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷണങ്ങൾക്ക് അവസരം കിട്ടിയത്. അതുകൊണ്ട് ചെയ്യുന്നവർ ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിന്നാൽ അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് മാത്രമേ പറയാം. ഈ മാസം 28-ന് കുണ്ടലപുരാണം റിലീസ് ആവുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് സിനിമയെ പറ്റി? പ്രേക്ഷകർക്ക് സിനിമയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരാണ്. ഇപ്പം നല്ല സിനിമകളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ഓടുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ കുണ്ടലപുരാണവും ആ കൂട്ടത്തിൽ പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം എന്നാണെങ്കിൽ ഞങ്ങളെ അതുപോലെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെ പറയാം. എന്താ പറയാനുള്ളത്? അതന്നെ,
പറയാനുള്ളത് ഉള്ള വേണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുടുംബത്തോടൊപ്പം പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ നാട്ടിൻപുറത്തൊരു സിനിമ, അത് തിയേറ്ററിൽ റിലീസാണ് 28-ന്, ഈ മാസം ജൂൺ 28-ന്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അത് കണ്ട് അവരേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയണം. ഇത്രയല്ലേ. അപ്പം സിനിമ എന്തായാലും വലിയ വിജയമാവട്ടെ. 28-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ്. എല്ലാവരും പോയി കാണുക. ആൻഡ് തിയേറ്ററിൽ തന്നെ എല്ലാവരും കണ്ട് വിജയിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളും എല്ലാവരും തിയേറ്ററിൽ ഉണ്ടാകും. ഈ സിനിമയ്ക്കും ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും എല്ലാം ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.